അവസരം തരാം. ഞാനാണ് ഫിലിമിന്റെ ഡയറക്ടർ. മാനു അപ്പൊ ഞാനാരാ? ഞാന് സിനിമയുടെ അവസരത്തെ വെച്ച് വന്ന ഡയറക്ടർ. പ്രവാസികളെ വെച്ച് സിനിമ പിടിക്കേണ്ട പുതിയ ഡയറക്ടർ അല്ലേ? ഓക്കെ, ഒരു അവസരം നൽകുന്ന ഞാൻ മറ്റേ പ്രിയദർശൻ പറഞ്ഞിട്ട് വരുന്ന ആളെന്താ? ഇത് നമ്മുടെ ഡയറക്ടർ പ്രിയദർശൻ. ഡയറക്ടർ പ്രിയദർശനല്ല, പിന്നെ ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് പ്രിയദർശൻ ചെയ്തിട്ട് വരിക. എന്ത് ഇയാൾക്ക് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വരാൻ? എന്താണ് എന്ത് കോലാണ്? എന്താണ് ഇത്? എന്താ ഈ മുടി കാണിച്ചു വെച്ചാണ്? കോലാണെന്ന് പറയില്ല. ഇപ്പൊ പുതിയ സ്റ്റൈൽ പിള്ളേര്. എന്ത് പുതിയ സ്റ്റൈല്? പിള്ളേര് മുടി എന്ത്? അതിന്റെ പേര് അങ്ങനെയല്ല, ഇങ്ങനെ മുടി വെക്കണല്ലേ? അത് അതാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇയാള് എന്ത് ഇതെന്താ ഈ അരയിൽ കെട്ടിക്കണ ഇയാള്? ഇതാണ് പ്രേം നസീർ. അയ്യേ, ഇങ്ങനെയാണ് കിടക്കണേ. ശരിയാവില്ല. സമയമല്ല. ഒന്നാമത്തെ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നിങ്ങൾ ഒരുപാടാണ് പ്ലീസ്. എന്ത് സംഭവം തന്നെയാണ് ഇവിടെ? ഇപ്പൊ ഒന്നുമില്ല. താൻ മിമിക്രി കളിച്ചിട്ടുണ്ടോ? മിമിക്രി കളിച്ചിട്ടുണ്ടോ? പണ്ടാണ്, ഓർമ്മയില്ല. കളിച്ചിട്ടുണ്ടല്ലേ? ആദ്യകാലങ്ങളിൽ ഈ മിമിക്രി താരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഡയലോഗ് ഉണ്ട്. ഒരു ഡയലോഗ്. ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. താങ്കൾ അതൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഓക്കെ, ഡയലോഗ് ഇതാണ്. ഡയലോഗ് ഓക്കെ. ശകുന്തള കടന്നുപോയി. അയ്യേ, എടോ ഇതുണ്ടല്ലോ, ഇതൊരു സങ്കല്പം മാത്രമാണ്. സങ്കല്പമാണ്, വരണ്ട. ഞാൻ പറയുമ്പോ ശകുന്തള ഇതെന്താണ് ഇയാൾ പറയേ? എടോ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇതൊരു വെറുതെ സങ്കല്പം മാത്രമാണ്. ഇതൊന്നും ശരിയാവൂല. എടോ പോട്ടെ, നീ ശകുന്തള വന്നു. ഓക്കെ, ഇയാൾ ഇനി ശകുന്തള വിളിക്കണ്ട. വന്നു. ഓക്കെ, ശകുന്തള നിൽക്കുന്ന അന്തരീക്ഷം, കൊടുങ്കാട്. കാട്ടിൽ നിറയെ പുലികൾ. കാണിക്കണേ സാഹചര്യം ഒന്ന് സങ്കല്പിക്കാൻ പറഞ്ഞിട്ട് ഇതുപോലെ സങ്കല്പിച്ചോടെ നിന്ന് കഴിഞ്ഞല്ലേ? ഒരു കാര്യം ഒരു നിസ്സാരമായിട്ട് താങ്കൾക്ക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. എന്റെ സമയം കിടക്കാനായിട്ട് ഞങ്ങൾ ഒരുപിടി ഇത് പിള്ളകളില്ല. ഈ ക്യാമറ എന്ത് ചൂടി സംസാരിക്കുന്നേ? മാങ്ങണ്ടി മൂറ കഴിഞ്ഞു ശകുന്തളി കുക്കുന്തളി വേണ്ടത്ര ശകുന്തല കുക്കുന്നില്ല. പിന്നെ ശകുന്തലല്ലേ ചൂണ്ടി സംസാരിക്കണം പോലെ ഞാനുണ്ടല്ലോ. പിന്നെ ഇയാളുടെ അമ്മാവിന്റെ മോളിലെ ശകുന്തല വിളിക്കും കൂടെ ഓടി വരാൻ. തന്റെ അപ്പനവിടെ സാറേ, എനിക്ക് അഡ്വാൻസ് തന്നാ എനിക്ക് പോവായിരുന്നു. അഡ്വാൻസാ? ഈ പാന്റ് നോക്കി, ഷർട്ട് നോക്കി, 100 രൂപ ഷർട്ട്, 250 രൂപ പാന്റ്. ഇയാള് എന്ത് കോലം കാണിച്ചിട്ടാണ് ഇയാൾക്ക് എന്റെ അഡ്വാൻസ് തന്നാൽ? അഡ്വാൻസ് വേണം ഇല്ലേ? ഇയാൾക്ക് അഡ്വാൻസ് എന്താ പിടിച്ച അഡ്വാൻസ്? സാറേ, ഞാൻ അഡ്വാൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ഫുള്ള് പേയ്മെന്റ് തന്ന് ഞാൻ പോട്ടെ, പിന്നെ കാണാട്ടാ. ഇതാരാണിത്? ഞാന് വിളിക്കല്ലേ? അഡ്വാൻസും പേയ്മെന്റും ഒരുമിച്ച് തരുന്ന ഡയറക്ടർ. അഡ്വാൻസും പേയ്മെന്റും ഒരുമിച്ച് തരാ? പ്രാന്താശുപത്രി ചാടി തന്നെയാണ് പിടിക്കാൻ. അടുത്ത വേദിയിൽ കാണാം. നന്ദി, നമസ്കാരം.